മുഖ്യമന്ത്രിയുടെ പരിപാടിക്കായി കേരള സർവകലാശാലയിലെ സമരം നിർത്തിവെച്ച് SFI. സെനറ്റ് ഹാളിൽ ദേശാഭിമാനി സംഘടിപ്പിച്ച സാഹിത്യ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ മുഖ്യമന്ത്രി എത്തുന്നതിനാലാണ് സമരവേദി അടക്കം SFI മാറ്റിയത്. SFI വിചാരിച്ചാൽ തലസ്ഥാനം സ്തംഭിപ്പിക്കുമെന്ന് പറഞ്ഞയിടത്താണ് മുഖ്യമന്ത്രിയെ ഭയന്ന സമരവേദിയും പ്രതിഷേധക്കാരും യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് മാറിയത്. അതേസമയം മുഖ്യമന്ത്രി സംസാരിച്ചത് കാണികൾ കുറഞ്ഞ വേദിയിലുമാണ്. ദിവസങ്ങളായി കേരള സർവകലാശാല ക്യാമ്പസിനുള്ളിൽ കണ്ട കാഴ്ചയാണിത്. ഒടുവിൽ പന്തൽ കെട്ടി സമരം നടത്തിയ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കേണ്ട അവസ്ഥ വരെയുണ്ടായി. എന്നാൽ ഇന്നലെ ക്യാമ്പസിനുള്ളിലേക്ക് മുഖ്യമന്ത്രി എത്തി. സെനറ്റ് ഹാളിൽ ദേശാഭിമാനി സംഘടിപ്പിച്ച സാഹിത്യ പുരസ്കാര സമർപ്പണ ചടങ്ങിലേക്കാണ് മുഖ്യമന്ത്രി എത്തിയത്. മുഖ്യമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് SFIയുടെ സമരത്തിന് അവധി പ്രഖ്യാപിച്ചു SFIയുടെ സംസ്ഥാന നേതൃത്വം. സമരവുമില്ല, സമരപന്തലുമില്ല. സാധാരണ സ്ഥിതിയിൽ സർവകലാശാലയുടെ പ്രധാന വാതിൽ. പരിപാടിയിലും കാണികൾ കുറഞ്ഞു. പാർട്ടി മുഖപത്രം സംഘടിപ്പിച്ച പരിപാടിയിൽ സ്വന്തം മുഖ്യനെ കേൾക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥ. ഒഴിഞ്ഞ ഭൂരിഭാഗം കസേരകളെ നോക്കി മുഖ്യന്റെ മാധ്യമപ്രവർത്തകരെ വിമർശിച്ചുള്ള പ്രസംഗം. നമ്മുടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്രം നൽകാതിരിക്കുക, കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുക, അങ്ങനെ വരുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും ഈ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ പറയുമെന്ന് നാം പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ കാണാൻ കഴിയുന്നില്ല. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജനക്ഷേമ വികസന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കേരള ബജറ്റിനെ ജിബുംഭ എന്ന തലക്കെട്ടുകൊണ്ട് ഇവര് ആക്ഷേപിക്കുന്നതിൽ അത്ഭുതമുണ്ടോ? മുഖ്യമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് ഇടവേള നൽകിയ സമരപ്പന്തൽ VC-ക്കെതിരെ ഇനിയും ഉയരുമോ എന്നതാണ് കാണേണ്ടത്. സർവകലാശാലയ്ക്കുള്ളിൽ VC-യെ തടഞ്ഞവരും തലസ്ഥാനം സ്തംഭിപ്പിക്കുമെന്ന് പറഞ്ഞവരും എവിടെയെന്ന ചോദ്യമാണ് ബാക്കി. ജനം, തിരുവനന്തപുരം.